കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതിന് പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ പ്രയാസമുള്ള ആൾ അവരുടെ പ്രശ്നങ്ങൾ പറയുകയാണ്. ഇവിടെ അവരുടെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന കുറേയേറെ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. അതൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആശ്വാസം, മനസ്സിൻ്റെ ഭാരം ഒന്ന് മാറി എന്നൊക്കെ പറയും. ഈ പുക പിടിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥ മാറിക്കഴിയുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് നോക്കാനും അവരുടെ പ്രശ്നത്തെ കുറച്ചുകൂടെ വ്യക്തതയായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. അതായത് ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, അതോടൊപ്പം തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ സിറ്റുവേഷൻ. ചിലപ്പം സിറ്റുവേഷൻ എന്ന് പറയുമ്പം മറ്റ് വ്യക്തികളാവാം, എൻവയൺമെൻ്റ് ആവാം, എന്താണോ അവരുടെ അവസ്ഥ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി കിട്ടും. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇതാണ് ഇപ്പം എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവസ്ഥ, ഇതിൽ നിന്ന് എനിക്ക് എന്താണ് മാറേണ്ടത്. അവരൊരു ഗോൾ സെറ്റ് ചെയ്യും. ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണ് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. ഇതാണ് സെക്കൻഡ് സ്റ്റേജിൽ സംഭവിക്കുക. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഈ ആക്ഷൻ പ്ലാനിനെ ഞാൻ എങ്ങനെ അതിനെ പ്രാവർത്തികമാക്കും. അപ്പോൾ അവിടെ കൗൺസിലർ അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു റോളിലേക്കാണ് പോകുന്നത്. ഇതാണ് ഒരു കൗൺസിലിംഗ് സംഭവിക്കുക. ചില സമയത്ത് വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ ഓർക്കും, എല്ലാം ഒരു ആശ്വാസമായി, എല്ലാം കഴിഞ്ഞു എന്നും കണ്ട് കൗൺസിലിംഗ് നിർത്തിപ്പോകുന്നവരുണ്ട്. പക്ഷേ അതൊരു സ്ഥായിയായ റിസൾട്ട് അവിടെ കിട്ടുകയില്ല. ആ ചേഞ്ച് സംഭവിക്കേണ്ടത് സെക്കൻഡ് സ്റ്റേജിലാണ്. അവിടെയാണ് ചിലപ്പോൾ ആ ചേഞ്ച് എന്ന് പറയുമ്പം അവരുടെ ആറ്റിറ്റ്യൂഡിലുള്ളൊരു ചേഞ്ച് ആവാം, ബിഹേവിയറിലുള്ള ചേഞ്ച് ആവാം, കാഴ്ചപ്പാടിലുള്ള ചേഞ്ച് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽസ് അവർ പരിശീലിക്കുന്നതാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കേണ്ടത്. ഇത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടാതെ പോകും. അതുകൊണ്ട് നമ്മൾ കൗൺസിലിങ്ങിന് പോകുന്ന ആൾക്കാർ അതിൻ്റെ മുഴുവൻ സ്റ്റേജിലൂടെയും കടന്നുപോയി ജീവിതത്തിലെ അച്ചീവർ ആകാനായിട്ട് പ്രാപ്തമാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.